നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പാസ്റ്റിൽ എന്താണ് നടന്നത്, ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, നിങ്ങളോടും ചുറ്റുമുള്ളവരോടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ പാസ്റ്റിൽ എന്താണ് നടന്നത്, ഇപ്പൊ എന്താണ് നടക്കുന്നത്, ഇനി ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓം നമ ശിവായ, 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 ഓം നമോ നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ. ഇവിടെ ഇമോഷണൽ കൺട്രോളിന്റെയാണ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഇമോഷൻസിൽ കൺട്രോൾ വെക്കണം. ഈ റീഡിംഗ് കണ്ടിട്ട് ചാടി ഒരു കാര്യവും ചെയ്യരുത് എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത്. ഇമോഷൻസിലെ കൺട്രോൾ വെക്കുക എന്ന്. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ പാസ്റ്റ് ഇപ്പോ എന്താണ് നടക്കുന്നത്, ഇനി എന്താണ് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്, ഇത്രയും കാര്യമാണ് നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, കവി പാടിയില്ലേ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഒരു ചില സമയത്ത് എനിക്ക് തോന്നും കവി പാടിയതാണ്. എന്നുവെച്ചാല് വെളിച്ചത്തിലേക്ക് വരൂ എന്ന ഉദ്ദേശത്തിലാണ് കവി പറഞ്ഞത്. പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അതിലാണ് നമ്മളുടെ മനസ്സമാധാനം ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിവ് കൂടുന്തോറും നമ്മളുടെ ചിന്തകൾ കൂടും, മനസ്സമാധാനം കെട്ടുപോകും. മനസ്സിലായോ? അപ്പോ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മളെ തേടി വരും, നമ്മൾ അതിന്റെ പുറകെ പോകണ്ട. അപ്പോ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിന്റെ പാസ്റ്റ്, ഇത് ഇപ്പോ എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഇനി എന്താണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഓവറോൾ എനർജി സ്റ്റാർ ആണ്. കാം, വളരെ ശാന്തതയുള്ള, വളരെ പ്രത്യാശയുള്ള ഒരു റീഡിംഗ് ആണിതെന്നാണ് പറയുന്നത്. അക്വേറിയസ് ആണിത്. നല്ലൊരു കാർഡാണത്. ഒരു ബാലൻസ് ഒക്കെ ഉള്ള ഒരു കാർഡാണ്, ബാലൻസ് കൊണ്ടുവരുന്നത്. ഏറ്റവും കേറി ഇറങ്ങിയുള്ള ഒരു ജീവിതമല്ല, നല്ല ഒരു ഫ്യൂച്ചർ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എത്ര ദുരിതപൂർണമായ സമയമാണ് നമ്മളിപ്പോ ഇതിലെ കൂടെ പോകുന്നതെങ്കിലും എപ്പോഴും നമുക്കൊരു പ്രത്യാശ വേണം. ഈ ഒരു അവസ്ഥ മാറും നാളെ എന്നൊരു പ്രത്യാശ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ പാസ്റ്റിലുള്ള കാര്യം, ഈ വ്യക്തിക്ക് ഒരു മോഹഭംഗം ഉണ്ടായിരുന്നു. ഈ വ്യക്തി ആരെയോ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു, പക്ഷെ അവർ ഈ വ്യക്തിയെ ചതിക്കുകയാണ് ചെയ്തത്. അപ്പോ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊടുത്ത ഒരു വ്യക്തി, ഇവിടെ ലവേഴ്സ് റിവേഴ്സ് ആണ് വരുന്നത്. ജെമിനി സോഡിയാക് സൈൻ ആണിത്. ഇപ്പുറത്തെ കാർഡ് 5 ഓഫ് സ്വേർഡ്സ് ആണ്. 5 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് വന്ന റിലേഷൻഷിപ്പിൽ ഒട്ടും കൊള്ളാത്ത ഒരു കാർഡാണ്. കാരണം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹം അഭിനയിച്ച് അവരുടെ കയ്യിലുള്ള എല്ലാം തട്ടിയെടുക്കുക, എന്നിട്ട് അവരെ ചവിട്ടി എറിഞ്ഞിട്ട് മുമ്പോട്ട് പോകുക, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇതിൽ നോക്കാം എന്താണ് കാര്യം എന്ന്. ഇത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായതാണോ, വ്യക്തി ആരോടെങ്കിലും ചെയ്തതാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇങ്ങനെ ഒരു അനുഭവം വ്യക്തിയായിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ തിക്തമായ അനുഭവം, ഒട്ടും കൊള്ളില്ലാത്ത ഒരു അനുഭവം.
ഇനി വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, അപ്പോ വ്യക്തി ഇപ്പോ ഇത് നിങ്ങളുടെ വ്യക്തി ചെയ്തതാണ് പാസ്റ്റില്, മനസ്സിലായോ? പക്ഷെ അത് ഇപ്പോ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഓർത്ത് വ്യക്തിക്ക് വളരെ കുറ്റബോധമുണ്ട്. മാനസിക സമ്മർദ്ദത്തിലെ കൂടെയാണ് വ്യക്തി പോകുന്നത്. ഭയങ്കര വിഷമമുണ്ട്. അപ്പോ ഈ വ്യക്തി കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് എടുക്കുക, ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്ന ആളല്ല. വളരെ ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. ഈ വ്യക്തി ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുക മനസ്സുകൊണ്ടാണ്. ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന, ഒറ്റ ഇമോഷണൽ ഒരു ഇതിൽ വന്നിട്ട് അങ്ങോട്ട് തീരുമാനമെടുക്കുന്ന, ഇമ്പൾസീവായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു എനർജി അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പൊ. അപ്പൊ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ഈ വ്യക്തിക്ക് അറിയാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പൊ പ്രശ്നമുണ്ടെങ്കിൽ ഈ വ്യക്തിയായിട്ട് വരുത്തി കൂട്ടിയതാണ് എന്നൊരു കാര്യം. ഇനിയിപ്പോ ഈ വ്യക്തിയോടാണ് മറ്റുള്ളവർ, രണ്ടു തരം ഇതാണ് വരുന്നത്. ഈ വ്യക്തിയോടാണ് മറ്റുള്ളവർ ചെയ്തതെങ്കിൽ ആ ചെയ്ത ആള് ഈ വ്യക്തിയുടെ അടുത്ത്, അപ്പൊ ഇപ്പോഴും ഈ വ്യക്തി പഴയ ആ പെയിൻ, ആ വേദന, ആ ചതിയും വഞ്ചനയും അനുഭവിച്ച ആ വേദന ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു തകർന്നു പോകാതെ, ആ ഒരു അവസ്ഥയിൽ തകർന്നു പോകാതെ ആ വ്യക്തി, ആ വേദന ഈ വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറി. ഞാൻ നല്ലൊരു ഉയർന്ന പദവിയിലുള്ള എത്തും. ഇപ്പോ എനിക്ക് പൈസ കുറവായത് കൊണ്ട് എന്നെ ഒരാൾ തള്ളി പറഞ്ഞു, വിവാഹ സമയത്ത് പറ്റില്ല കല്യാണം കഴിക്കാനായിട്ട്, എന്റെ വീട്ടുകാരെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചെങ്കിൽ ഞാൻ അത് തകർന്നു പോകാതെ, എന്താ പറയാ, ജീവിതം നശിപ്പിച്ച് കളയാതെ ഞാനത് പോസിറ്റീവായിട്ട് കണ്ട് മുമ്പോട്ട് പോയി അവര് വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നു പോകുക, ആ ഒരു അവസ്ഥയും കൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വേദന വ്യക്തി അനുഭവിച്ച വേദനയാണ് വ്യക്തിയെ ഇപ്പോഴത്തെ നിലയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്വഭാവം ചിലപ്പോൾ കുറച്ച് സ്ട്രോങ് ആയ സ്വഭാവമായിരിക്കും. ഇമോഷണലി അങ്ങനെ ആൾക്കാർ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഒക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തി വീഴില്ല. അപ്പൊ നിങ്ങൾ ഇവർക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്താണ് പെരുമാറുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ വ്യക്തി. അപ്പൊ മറ്റുള്ളവരൊക്കെ, സാധാരണ ആൾക്കാർ ഇങ്ങനെ സെന്റി ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ വീണു പോകും. വ്യക്തി അങ്ങനെയല്ല. വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെയും വളരെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, ഇമോഷൻസിന്റെ കൂടെ ഒഴുകി പോകാതെ മാറി നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ച് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം വ്യക്തി വളരെയധികം പെയിനിൽ കൂടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇനി വ്യക്തിയുടെ ഭാവിയിലേക്ക് എന്താണ് വരുന്നത്? വ്യക്തി ആരെയോ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തിയെ ചതിച്ച ആളെയല്ല വ്യക്തി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫൈനൽ കാർഡ് വരുമ്പോഴാണ് വ്യക്തിയുടെ ഇവിടെ ആരെയാണ് ചതിച്ചതെന്ന് അറിയുന്നത്. നമ്മൾ രണ്ടാമത്തെ മെസ്സേജ് നോക്കിയില്ലേ, എന്ന് വെച്ചാല് വ്യക്തിയെയാണ് ചതിച്ചത്. വ്യക്തി ഇപ്പോ ആ ഒരു പെയിൻ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോ ഉള്ള ആളെ വ്യക്തി ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ ആളെ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിയെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതല്ല വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹത്തിന്റെ കാര്യം നടക്കുന്നേ ഉള്ളെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ, അപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ വ്യക്തി ഇത്ര വെച്ചാല് നിങ്ങളെ ഇമോഷണൽ ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ചെല്ലുമ്പോൾ വ്യക്തി അടിച്ച പോലെ വർത്താനം പറയും അല്ലെ, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾ ഈ വ്യക്തി വെറുതെ ആണ് കാരണം എന്റെ ഫ്രണ്ട്സിന്റെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാണ്, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് മനസ്സിൽ ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണ്. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. കാരണം ഒരു പ്രാവശ്യം പല പ്രാവശ്യം അടി കിട്ടിയിട്ടുള്ള ഒരാളാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അടി കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു വേദനയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു സാധനം എടുക്കാൻ പോകുമ്പോൾ കൈകിട്ട് ആരെങ്കിലും തട്ടുക എന്ന് വിചാരിക്കുക, രണ്ടാമത് അത് തോന്നിയതായിരിക്കും നമ്മൾ രണ്ടാമതൊന്ന് ട്രൈ ചെയ്യും. ചിലപ്പോൾ കുറച്ചും കൂടി ഇതാണെങ്കിൽ മൂന്നാമത് ട്രൈ ചെയ്യും. പക്ഷെ എപ്പോഴും അടിയാകുമ്പോൾ നമുക്ക്, പൊട്ടന്മാരല്ലല്ലോ, നമുക്ക് മനസ്സിലാവും അത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ടാണ്. അപ്പൊ സ്നേഹം കൊടുക്കുക, സ്നേഹത്തിനെ കുറിച്ച് സംസാരിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക എല്ലാം പൊട്ടത്തരമാണ്, അത് ആർക്കും വേണ്ട എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. അപ്പൊ അതില് ഒരു വ്യത്യാസം വരണമെങ്കിൽ നിങ്ങൾ വ്യക്തിയോട് സ്നേഹത്തോടെ പെരുമാറുക, അതുപോലെ തന്നെ വ്യക്തിയെ മനസ്സിലാക്കുക. അതാണ് പറയുന്നത്. നിങ്ങളെ ഈ വ്യക്തി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ അതുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ അക്വേറിയസ് സോഡിയാക് സൈൻ ഇതില് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് കാണിച്ചില്ലേ. അതാണ് ഇമോഷണൽ കൺട്രോൾ വെക്കണം എന്ന് പറഞ്ഞത്.
അതാണ് ഈ കാർഡ് വന്നത്, സ്റ്റാർ കാർഡ്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. എത്രയും മോശമായ സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി അത്ര ചീത്ത ആളല്ല. സ്വഭാവത്തിൽ കുറച്ച് മുരടത്തമുണ്ട് ഈ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. ഇവര് നല്ല മനസ്സുള്ള ആളുകളാണ്. നിങ്ങളെ ചതിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രത്യാശയോടെ പെരുമാറുക. അവരർഹിക്കുന്ന റെസ്പെക്ട് അവർക്ക് കൊടുക്കുക. അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ക്കാതെ, അവരെ കളിയാക്കാതെ, അവരെ വേദനിപ്പിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ സോഡിയാക് സൈൻ ജെമിനായി മാത്രമേ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം കേട്ടോ. വ്യക്തി ഇങ്ങനെ ആയതിന്റെ കാരണം ഇതൊക്കെയാണ്. ഇനി എല്ലാം വരാൻ പോകുന്നത് ഇതാണ്. അപ്പൊ ഇതോടുകൂടി ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.